നമസ്കാരം. അർത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ വേറൊരു എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അർത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഒരു ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി കോച്ചിങ് സെന്ററാണ്. പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്താണുള്ളത്. +2 കഴിഞ്ഞ കുട്ടികൾ, +2 എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് ഏത് സ്ട്രീമും ആകാം. +2 ചെയ്ത കുട്ടികൾ, കഴിഞ്ഞ കുട്ടികൾ, ഇപ്പോൾ CBSE റിസൾട്ട് വന്നു, സ്റ്റേറ്റ് സിലബസ് റിസൾട്ട് വന്നു. ഇവരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, +2 കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഇതിന് വളരെ ഈസി ആയിട്ടുള്ള ആൻസർ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ധാരാളം ആചാരങ്ങളുണ്ട്. അതിലൊരു ആചാരമാണ് +2 കഴിഞ്ഞാൽ ഡിഗ്രി പഠിക്കുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എൻട്രൻസുകൾ എഴുതി മറ്റു വല്ല കോഴ്സുകളും പഠിക്കുക. പലരും എന്നോട് ചോദിക്കാറുണ്ട്, സർ സയൻസ് ഞാൻ അബദ്ധത്തിൽ +2 പഠിച്ചു പോയതാണ്, അല്ലെങ്കിൽ +2 സയൻസ് പഠിച്ച ഞാൻ, +2 ഹ്യൂമാനിറ്റീസ് പഠിച്ച ഞാൻ, എനിക്ക് കോമേഴ്സ് സ്ട്രീം പഠിക്കാൻ പറ്റുമോ? +2 സയൻസ് പഠിച്ച കുട്ടിക്ക് കോമേഴ്സ് സ്ട്രീം പഠിക്കാൻ പറ്റില്ല എന്നെവിടെയും പറഞ്ഞിട്ടില്ല. +2 സയൻസ് പഠിച്ച കുട്ടികൾക്ക് കോമേഴ്സ് സ്ട്രീം പഠിക്കാൻ പറ്റില്ല എന്നെവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഗ്രാജുവേഷൻ പഠിക്കാം, അല്ലെങ്കിൽ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് പഠിക്കാവുന്നതാണ്. +2 കഴിഞ്ഞാൽ ഇന്ത്യയിലെ മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ രംഗത്തെ ഏറ്റവും വലിയ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് ആയിട്ടുള്ള, വളരെയധികം ജോലി സാധ്യതകളുള്ള, ഒരു തരത്തിലും മത്സരങ്ങളില്ലാത്ത, വളരെയധികം അവസരങ്ങളുള്ള കോഴ്സുകളായിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസി, കമ്പനി സെക്രട്ടറി പോലത്തെ കോഴ്സുകൾ പഠിക്കാൻ +2 സയൻസ് ചെയ്താലോ, ഹ്യൂമാനിറ്റീസ് ചെയ്താലോ, കോമേഴ്സ് ചെയ്താലോ ആർക്ക് വേണമെങ്കിൽ പഠിക്കാം. ഇതും നിങ്ങൾ ആലോചിക്കുന്നത് ആചാരപരമായിട്ടാണ്. +2 സയൻസ് പഠിച്ചാൽ പിന്നെ BSc പഠിക്കാവൂ, +2 ഹ്യൂമാനിറ്റീസ് പഠിച്ചാൽ BA പഠിക്കാവൂ, +2 കോമേഴ്സ് പഠിച്ചാൽ BCom പഠിക്കാവൂ. ഇനി പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ പോവുകയാണെങ്കിൽ സയൻസ് പഠിച്ചൊരു ഡോക്ടർ ആവണം, കോമേഴ്സ് പഠിച്ചൊരു കണക്കെഴുതുന്ന ആൾക്കാരാവണം, ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്ക് പിന്നെ എന്തും ആവാം. നമ്മൾ ഈ തരത്തിലുള്ള ചിന്തകളിൽ നിന്നും പുറത്തു വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം +2 സയൻസ് പഠിച്ച കുട്ടികൾക്കോ, കോമേഴ്സ് പഠിച്ച കുട്ടികൾക്കോ, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടികൾക്കോ അവർക്ക് ഇഷ്ടമുള്ള സ്ട്രീം തിരഞ്ഞെടുക്കാം, ഇഷ്ടമുള്ള ഏരിയ തിരഞ്ഞെടുക്കാം. +2 സയൻസും ഹ്യൂമാനിറ്റീസും പഠിച്ച കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ചാർട്ടേഡ് അക്കൗണ്ടന്റുകളായിട്ടും കമ്പനി സെക്രട്ടറികളായിട്ടും മാറുന്നത്. കാരണം ഈ കോഴ്സുകളൊക്കെ +2 കഴിഞ്ഞ കുട്ടികളെ മനസ്സിൽ കണ്ടുകൊണ്ട് അവരുടെ ഇൻഫർമേഷൻ നീഡ്സും നോളജ് നീഡ്സും മനസ്സിലാക്കിക്കൊണ്ട് ക്രിയേറ്റ് ചെയ്ത സിലബസ് വെച്ച് പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ +2 സയൻസ് ചെയ്ത കുട്ടിക്ക് കമ്പനി സെക്രട്ടറി പഠിക്കാൻ എന്നോട് ചോദിക്കുകയാണ്, സർ +2 സയൻസ് പഠിച്ച കുട്ടിക്ക് കമ്പനി സെക്രട്ടറി പഠിക്കാമോ? എന്തുകൊണ്ട് പഠിച്ചുകൂടാ? സർ അവർക്കത് ബുദ്ധിമുട്ടാവില്ലേ? അവർക്ക് എങ്ങനെ ബുദ്ധിമുട്ടാവുക? കാരണം +2 കോമേഴ്സ് പഠിച്ച കുട്ടികളുടെ മനസ്സിൽ സത്യമായിട്ടും എന്താ ഉണ്ടാവുക? കുറച്ചൊരു ഓവർ കോൺഫിഡൻസ് ഫാക്ടർ ഉണ്ടാവും. ഞാൻ കോമേഴ്സ് പഠിച്ചതാണല്ലോ, എനിക്കിതിനെക്കുറിച്ച് കുറച്ചൊക്കെ അറിയാം എന്നൊരു തോന്നലുണ്ടാവും. എന്നാൽ +2 സയൻസ് പഠിച്ച കുട്ടിക്കോ, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടിക്കോ ഒന്നും അറിയില്ല. ആ കുട്ടിക്ക് ഇതെല്ലാം പുതിയതാണ്. ആ കുട്ടി ഇതിനെ കാണുന്നത് എന്തോ ഒരു പുതിയ കാര്യം ഞാൻ പഠിക്കാൻ പോകുന്നു എന്ന നിലയിലാണ്. അപ്പൊ ഒരു കോമേഴ്സ് കുട്ടിക്ക് ഇത് പഠിക്കാൻ എടുക്കുന്ന സമയം എത്രയാണോ അതിനെക്കാട്ടിലും കുറച്ച് സമയം കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സയൻസോ ഹ്യൂമാനിറ്റീസോ പഠിച്ച കുട്ടിക്ക് ഇത് പഠിക്കാൻ പറ്റും. നമ്മൾ എന്തെല്ലാം തെറ്റായ ധാരണകളാ മനസ്സിൽ കൊണ്ടു നടക്കണം അല്ലേ? ഇനി ഒരു ഡിഗ്രി പഠിച്ചില്ലെങ്കിൽ ലോകം അവസാനിക്കുമോ? ലോകമൊന്നും അവസാനിക്കില്ല. ചാർട്ടേഡ് അക്കൗണ്ടൻസി അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻസ് ഒക്കെ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ PG ആയിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അതായത് ഇന്നിപ്പോ കേരളത്തില് 4 വർഷം കൊണ്ട് ഡിഗ്രി, 2 വർഷം കൊണ്ട് PG, 6 വർഷം കൊണ്ട് നിങ്ങൾ എടുക്കുന്ന PG ക്വാളിഫിക്കേഷൻ, അതിന്റെ വാല്യൂ എത്രയാണോ അത്രയും വാല്യൂ എന്തിനുണ്ട്? ഈ കമ്പനി സെക്രട്ടറി അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻസിനുണ്ട്. ഏതിനെ? PG ആയിട്ട്. ഒരു PG ചെയ്താൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? PG ചെയ്താൽ നിങ്ങൾക്ക് നെറ്റ് എക്സാമിനേഷൻ എഴുതാം, PhD എഴുതാം.
ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പനി സെക്രട്ടറി ചെയ്താലോ അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി ചെയ്താലോ ചെയ്യാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ എന്തെല്ലാം നമുക്ക് അറിയില്ലായിരുന്നു ഇതിനെക്കുറിച്ച്. 6 വർഷമാണ് ഒരു PG കംപ്ലീറ്റ് ചെയ്യാനെന്ന് വേണ്ടതെങ്കിൽ 3 വർഷം കൊണ്ട് നിങ്ങൾക്ക് കമ്പനി സെക്രട്ടറിയോ ചാർട്ടേഡ് അക്കൗണ്ടന്റോ വേണമെങ്കിൽ ആകാം. നോക്കൂ, 3 വർഷം കൊണ്ട് ആകും എന്ന ഗ്യാരണ്ടി ഒന്നുമില്ല. നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെട്ട് നന്നായിട്ട് പഠിച്ചാലേ നമ്മൾ 3 വർഷം കൊണ്ടാകും. പക്ഷെ സാധ്യതയുണ്ട്, അവസരമുണ്ട്. എന്നാൽ ഈ ക്വാളിഫിക്കേഷൻ വെറും ഒരു PG ആണോ? അല്ല, ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ക്വാളിഫിക്കേഷൻ ആണ്. ഈ സ്റ്റാറ്റ്യൂട്ടറി കമ്പനി സെക്രട്ടറി ആകട്ടെ ചാർട്ടേഡ് അക്കൗണ്ടൻസി ആകട്ടെ, ഈ ക്വാളിഫിക്കേഷൻ ആൾക്കാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില ജോലികൾ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉദാഹരണം, 2013 കമ്പനീസ് ആക്ട് പ്രകാരം ഒരു കമ്പനിയുടെ കമ്പനി സെക്രട്ടറി ആകണമെന്നുണ്ടെങ്കിൽ 10 കോടിയിലും മേലെ മൂലധനമുള്ള ഒരു കമ്പനിക്ക് കമ്പനി സെക്രട്ടറി വേണം. അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമ്പനി സെക്രട്ടറി ആവണം, CS ഉണ്ടാകണം. ഇന്ന് വെറും 70,000-ഓളം പേര് മാത്രം പാസ്സായിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ, അതിൽ അറൌണ്ട് 40,000 ആൾക്കാർ മാത്രം ആക്റ്റീവായിട്ട് ജോലി ചെയ്യുന്ന ഒരു ക്വാളിഫിക്കേഷൻ, ലക്ഷക്കണക്കിന് അവസരങ്ങൾ. ഓഫ് കോഴ്സ് കഷ്ടപ്പാടുണ്ട്. ഈ കോഴ്സ് അത്ര ഈസി അല്ല. നമ്മൾ പറയുന്നത് പോലെ ഈസി ആയിട്ട് പാസ്സാകാൻ പറ്റില്ല. പക്ഷെ കഷ്ടപ്പെടാൻ തയ്യാറുള്ള ഒരു കുട്ടിക്ക്, സ്വപ്നങ്ങളുള്ള ഒരു കുട്ടിക്ക്, നിങ്ങൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടിയാണെങ്കിലും നിങ്ങൾക്ക് ഈ കോഴ്സ് ചെയ്യാൻ പറ്റും. അപ്പൊ +2 സയൻസ് ഒരു അബദ്ധമാണോ? +2 ഹ്യൂമാനിറ്റീസ് അബദ്ധമാണോ? +2 കോമേഴ്സ് അബദ്ധമാണോ? ഒരിക്കലുമല്ല. ഇതെല്ലാം നിങ്ങളുടെ അറിവുകൾ നേടാനുള്ള അവസരമായിരുന്നു. ഈ അറിവുകൾ ഉപയോഗിച്ച് ഭാവിയിലേക്ക് എങ്ങനെ പോകണമെന്ന് നിങ്ങൾ ഇപ്പൊ തീരുമാനിക്കുക. +2 സയൻസോ ഹ്യൂമാനിറ്റീസോ പഠിച്ച കുട്ടിക്ക് ഒരു തരത്തിലും കമ്പനി സെക്രട്ടറിയോ ചാർട്ടേഡ് അക്കൗണ്ടന്റോ എന്നുള്ള ക്വാളിഫിക്കേഷൻസോ ടഫ് ആകില്ല. അത് ഗ്യാരണ്ടിയാണ്. നിങ്ങൾക്ക് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ, അത് പഠിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ, അതിനു വേണ്ടി കഷ്ടപ്പെടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ 3 വർഷം നിങ്ങൾക്ക് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതിൽ 1 വർഷം പഠിക്കുന്നതിനും 2 വർഷം പഠിക്കുന്നതിനോടൊപ്പം ട്രെയിനിങ് ചെയ്യുന്നതിനും. നിങ്ങൾക്കൊരു കമ്പനി സെക്രട്ടറി ആകാം, അല്ലെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകാം. ചിന്തിക്കുക. ലോകത്ത് വിജയിച്ചവരെല്ലാം റിസ്ക് എടുത്തവരാണ്. റിസ്ക് എടുക്കാതെ വിജയിക്കാൻ പറ്റില്ല. സോ സയൻസ് എടുത്തു, കമ്പനി സെക്രട്ടറി ആകാൻ ജീവിതത്തിൽ പറ്റില്ല, അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നതിന് പകരം അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് സയൻസ് പഠിക്കാനൊരു അവസരം കിട്ടി, സയൻസ് നന്നായിട്ട് നിങ്ങൾ പഠിച്ചു, ഇനി നിങ്ങൾ കോമേഴ്സിലെ ബിസിനസ് മാനേജ്മെന്റിലെ വളരെ വലിയ കോഴ്സുകൾ പഠിക്കാൻ മുന്നിട്ടിറങ്ങുക. ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാം സാധിക്കും. നിങ്ങൾക്ക് സാധിക്കട്ടെ. അടുത്തൊരു വീഡിയോ വരേക്കും ഇത് രാജീവാണ്. താങ്ക് യു വെരി മച്ച്. വിഷ് യു ആൾ ദി വെരി ബെസ്റ്റ്.